The next topic is simple harmonic motion. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ എന്താ, ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ആ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് എ പീരിയോഡിക് മോഷൻ. Now, for a periodic motion to be simple harmonic, it should satisfy two general conditions. രണ്ട് general conditions satisfy ചെയ്യണം. Okay, first condition is that the acceleration of the body performing periodic motion should be proportional to the distance of the body from a fixed point called center of simple harmonic motion. Okay, so the acceleration should be proportional to the distance of the body from a fixed point. Second one, the acceleration of the body should be directed towards the mean position. So ഈ രണ്ട് condition satisfy ചെയ്യുകയാണെങ്കിൽ മാത്രം we can tell that this periodic motion is said to be in simple harmonic. Okay, so ഇവിടെ considering a particle moving along the circumference of the circle. Circumference of circle of radius r and angular velocity omega. ഓക്കെ, ഇപ്പോൾ ഒരു പൊസിഷൻ പി നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ടൈം ടി വി ആർ ടേക്കിംഗ് എ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആസ് പി. ഈ പി എന്നുള്ള പൊസിഷന് താഴേക്കൊരു പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എ ബിയിൽ എം എന്നുള്ള പോയിന്റിലാണ് മീറ്റ് ചെയ്യണത്. ഓക്കെ, സോ വെൻ ദ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം എ ടു ബി, ഈ പോയിൻ്റാണ് ബി. ഓക്കെ, സോ മൂവിങ് അലോൺ എ സി ബി ഡയറക്ഷൻ, ദ പോയിൻറ്റ് എം എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളുടെ പ്രൊജക്ഷനാണ് ടു ദി ഹൊറിസോണ്ടൽ ഡയമീറ്റർ. എം എന്നുള്ള പോയിൻ്റ് എ ടു ബി ട്രാവൽ ചെയ്യും. അതേപോലെ തന്നെ ആ പാർട്ടിക്കിൾ ബി ഡി എ എന്നുള്ള കേർവ് കൂടെ പാസ് ചെയ്യുമ്പോൾ എം എന്ന് പറഞ്ഞ പോയിൻ്റ് ഫ്രം ബി ടു എ തിരിച്ച് ട്രാവൽ ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ട്രാവലിംഗ് നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ആ പോയിൻറ്റ് എമ്മിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ഒ. ആക്ച്വലി മീൻ പൊസിഷന് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഒ. സോ ഇങ്ങനത്തെ ഒരു മോഷനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയണത്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഒ എന്ന് പറയുന്ന പോയിൻ്റാണ് മീൻ പൊസിഷൻ, എയും ബി എന്ന് പറയുന്ന പോയിൻ്റാണ് എക്സ്ട്രീം പൊസിഷൻ വരാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സി ഡി എന്നും പറയാൻ പറ്റും. Okay, similarly, the projection of particle on vertical diameter CD also executes SHM with C and D as extreme positions. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹൊറിസോണ്ടൽ ഡയമീറ്ററിൽ പ്രൊജക്റ്റ് ചെയ്യണ കേസ്. പിന്നെ ഇതേ പാർട്ടിക്കിൾ നമ്മൾ വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സിയും ഡി ആയിരിക്കും ഈ ഒരു മോഷനിലുള്ള എക്സ്ട്രീം പൊസിഷൻ. ഇനി ഇതിൽ കുറച്ച് ടേംസ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടേം ഇസ് ആംപ്ലിറ്റ്യൂഡ്. Amplitude is the distance between extreme and mean position of the particle executing SHM. അത് വെച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം മീൻ പൊസിഷൻ, അതാണ് ആംപ്ലിറ്റ്യൂഡ്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മോഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ അലോങ് ദി ഡയമീറ്റർ. Okay, so one oscillation is said to be completed when the point M moves from A to B and then from B to A. A to B തൊട്ട് പിന്നെ തിരിച്ച് B to A, ഈ ഒരു ട്രാവലിംഗ് നടത്തുന്നതിനെയാണ് ഓസിലേഷൻ, വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. പീരീഡ് എന്ന് പറയുന്നത് ഈ വൺ ഓസിലേഷൻ എടുക്കാനുള്ള ടൈമിനെയാണ് പീരീഡ് എന്ന് പറയാം. അതാണ് ടി പി എന്ന് റെപ്രസെൻ്റ് ചെയ്യണത്. സോ നമുക്കറിയാം ഒരു ഫുൾ ഓസിലേഷൻ നടത്താൻ വേണ്ടിയിട്ട് തീറ്റ വിൽ ബി ഈക്വൽ ടു ഒമേഗ ടി. ഓക്കെ, സോ ഫോർ വൺ ഓസിലേഷൻ വി ആർ റൈറ്റിംഗ് ടി ഈസ് ഈക്വൽ ടു ടി പി ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു 2π. ഓക്കെ, സോ ഫ്രം ദർ വി ആർ റൈറ്റിംഗ് 2π is equal to omega tp. From this equation we will get the time period as 2π by omega. Next, displacement of m from the mean position. അത് വെച്ചാൽ ഒ എം എന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒ എം എന്ന് പറയണത് എക്സ്. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഒ പി എം എന്നുള്ള ട്രയാങ്കിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എക്സ് വിൽ ബി ഒ പി കോസ് തീറ്റ. Okay, and OP is the radius r. So we can write x is equal to r cos theta എന്ന് പറയുന്നത് omega t. r cos omega t. So in order to find the velocity, ഈ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. So you'll get dx by dt is equal to minus r omega sin omega t.
ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് വെൻ ദ ടൈം ഇൻക്രീസസ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഡിക്രീസസ്. ഓക്കെ, സോ ഇനീഷ്യൽ എന്ന് പറയുന്നത് എം ആണ്. ഈ പാർട്ടിക്കിൾ എ ടു ബി ട്രാവൽ ചെയ്യുമ്പോൾ എമ്മിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. അതാണ് വെലോസിറ്റി കുറഞ്ഞു എന്ന് കാണിക്കുന്നത്. ഓക്കെ, അതിനെയാണ് ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യണത്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സൈൻ ഒമേഗ ടി. ഓക്കെ, ഈ സൈൻ ഒമേഗ ടീനെ ഞാൻ പി എം ബൈ ഒ പി എന്ന് എഴുതാണ്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഐ എം റൈറ്റിംഗ് സൈൻ തീറ്റ ആസ് പി എം ബൈ ഒ പി. ആൻഡ് പി എന്നുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. And OP is R. From this we will get velocity as omega into root of R square minus X square. Now next we are finding the acceleration. So acceleration കിട്ടാൻ വീണ്ടും ഈ എക്സ്, ഇപ്പോൾ എക്സ് നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി. ഈ ടേമിന് ഒന്നും കൂടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി. സോ വി വിൽ ഗെറ്റ് മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ഓക്കെ, സോ മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി എന്ന് എഴുതാണ്. സോ we know that x is equal to r cos omega t. So we can write acceleration as minus omega square x. ഇതേപോലെ തന്നെയാണ് ഇനി നമ്മൾ എം ഡാഷിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എം ഡാഷ് എന്ന് പറയുന്നത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. നമ്മൾ ചെയ്ത് കിട്ടുമ്പോൾ വി വിൽ ഗെറ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആസ് സെയിം. That is velocity will be omega root of r square minus x square and acceleration as minus omega square. So ഇതിൽ നമ്മൾ അറിയേണ്ടത് നോട്ട് ചെയ്യേണ്ട കാര്യം, it should be noted that the expression for displacement x is equal to r sin omega t is to be used when the time of motion is measured from the mean position. Okay, when time is measured from mean position, that is when time t is equal to 0, x എന്ന് പറയുന്നത് r sin omega t ആണ്. ഓക്കെ, ആൻഡ് when x is equal to r cos omega t, that is when the time is measured from the extreme position, ആ കേസിൽ we should use x is equal to r cos omega t. ഈ രണ്ട് കേസസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, പ്രോബ്ലംസിൽ ആവശ്യം വരേണ്ടതാണ്. അപ്പം മീൻ പൊസിഷനിൽ വിൽ ബി യൂസിങ് x is equal to r sin omega t taken that time is measured from the mean position. Okay, അതുപോലെ when time is measured from the extreme position we should take x is equal to r cos omega t. And omega will be, velocity will be omega root of r square minus x square and acceleration will be minus omega square x. Now in order to find maximum velocity will be when x is equal to 0. That is v is equal to omega root of r square minus x square. എക്സിന് 0 കൊടുത്താൽ മാത്രമാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുക. അപ്പോഴാണ് മാക്സിമം വെലോസിറ്റി ആർ ഒമേഗ എന്ന് വരിക. അതുപോലെ മാക്സിമം ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷനിലായിരിക്കണം. ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് ആർ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആക്സിലറേഷൻ വിൽ ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് ഒമേഗ സ്ക്വയർ ആർ. So you should note at extreme position velocity is 0 and at mean position the acceleration will be 0. So ഇത്രയാണ് നോട്ട് ചെയ്യാനുള്ളത്.